ഏകദേശം 45 വർഷമായി മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരു 2025 എന്ന് പറയുന്ന ഒരു വർഷവും ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഭാഗം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80-ൽ അവർ വന്നൊരു സമയത്ത് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന പല നടന്മാരും ഇന്ന് മുൻനിരയിലില്ല. പലരും ഇപ്പൊ സിനിമയിൽ തന്നെ ഇല്ല. പക്ഷെ അതിനുശേഷം ഒരുപാട് തലമുറകൾ വന്നു പോയാലും മമ്മൂട്ടി മോഹൻലാലും ഇന്നും നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെഡിക്കേഷനും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രയത്നവും എല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പൊ 2025 എന്ന് പറയുന്ന ഒരു വർഷം ഇവർക്ക് രണ്ടുപേർക്കും ബോക്സ് ഓഫീസിൽ അവർ ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അവർ നിന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു സിനിമകളുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം മോഹൻലാലിന്റെ എന്ന് പറയുന്നത് ആദ്യം ശരിക്ക് ജനുവരിയിൽ റിലീസ് പ്ലാൻ ചെയ്തിരുന്ന സിനിമയായിരുന്നു തുടരും. നമുക്കറിയാം എം രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു യുവ സംവിധായകന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തു. പൊതുവെ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് മോഹൻലാൽ പുതിയ സംവിധായകർക്കൊന്നും കൈ കൊടുക്കാറില്ല. മോഹൻലാലിൻ്റെതായ ഒരു കംഫർട്ട് സോണിൽ മാത്രം നിൽക്കുന്ന ഒരു നടനാണ്. അങ്ങനെയൊക്കെയാണ് മോഹൻലാലിനെ കുറിച്ച് പൊതുവെ കേൾക്കാറുള്ള പരാതിയും പരിഭവവും ഒക്കെ. അതെന്നൊക്കെ മാറി മോഹൻലാൽ തരുൺ മൂർത്തിക്ക് ഡേറ്റ് കൊടുത്തു. KR സുനിൽ എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു കഥ KR സുനിലും തരുൺ മൂർത്തിയും കൂടി എഴുതുന്നു, എം രഞ്ജിത്ത് നിർമ്മിക്കുന്നു. അപ്പൊ അങ്ങനെ വന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ ഇതെല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ജനുവരിയിലാണ് റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അന്ന് ജനുവരിയിൽ അത് റിലീസ് ചെയ്തില്ല. അപ്പൊ അന്ന് പറഞ്ഞു കേട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് സിനിമകളുടെ ഒരു ബിസിനസ് തിയേറ്ററിക്കൽ മാത്രമല്ല OTT കൂടിയുണ്ട്. ഇടയ്ക്ക് സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ സാറ്റലൈറ്റ് ഇത്ര ഡൗൺ ആണ്, OTT ആണ്. അപ്പൊ OTT ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. OTTക്കാർ അവരൊരു ഡേറ്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഒരു സിനിമ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോം, ഇപ്പോൾ തുടരും എടുത്തിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പൊ ഹോട്ട്സ്റ്റാർ പറയും ഞങ്ങൾക്ക് ഡേറ്റ് മെയ്യിലാണ്, ഈ മെയ്യിൽ ഇന്ന ദിവസമാണ് ഞങ്ങൾ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു 28 ദിവസം മുമ്പ്, പൊതുവെ അങ്ങനെയാണ്, തിയേറ്ററിൽ ഇറങ്ങിയാൽ 28ാം ദിവസം OTT വരും. ചിലത് 56 ദിവസത്തെ ഒരു വിൻഡോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്ന് അവർ മെയ്യിലാണ് ചാർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് മെയ്യിലോ ജൂണിലോ ആണ് അവർ ചാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ മെയ് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു സിനിമ അതിനു മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ അവസാനമാണ് തുടരും റിലീസ് ചെയ്തത്. അപ്പോൾ അവർ അത്രയും തള്ളി. അപ്പോൾ തുടരും അന്ന് റിലീസായില്ല. പിന്നീട് മാർച്ചിൽ റിലീസായ വളരെ ഹൈപ്പിൽ വന്ന എമ്പുരാൻ. അപ്പൊ എമ്പുരാനായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ. കാരണം ശരിക്കും പറഞ്ഞാൽ തുടരുമിനൊന്നും അത്ര വലിയൊരു ഹൈപ്പൊന്നും അന്ന് ഇല്ലായിരുന്നു. കാരണം തരുൺ മൂർത്തി അതിനു മുമ്പ് ചെയ്തത് ഓപ്പറേഷൻ ജാവ ഹിറ്റാണ്, സൗദി വെള്ളയ്ക്ക് എന്ന് പറഞ്ഞൊരു ഫീൽ ഗുഡ് സിനിമയാണ്. പക്ഷെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരു സംവിധായകനാണ് തരുൺ മൂർത്തി എന്നൊന്നും പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എമ്പുരാനിലായിരുന്നു എല്ലാവർക്കും വിശ്വാസം. കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് മുരളി ഗോപി അതിന്റെ 2ാം ഭാഗം, സ്റ്റീഫൻ നെടുമുള്ളി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിരുന്നു. പക്ഷെ നമുക്കറിയാം എമ്പുരാൻ എന്താ സംഭവിച്ചെന്നുള്ളത്. അത് റിലീസായി, നല്ല ഇനീഷ്യലി കിട്ടി. ആദ്യത്തെ ഒരു 4 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഒരു 150 കോടിക്ക് മുകളിലൊക്കെ പോയിരുന്നു. പക്ഷെ മിക്സഡ് അഭിപ്രായങ്ങൾ വന്നു, കുറെ വിവാദങ്ങൾ ആ സിനിമയ്ക്ക് സംഭവിച്ചു. പറഞ്ഞ പല പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വരുന്നു, മോഹൻലാൽ മാപ്പ് പറയുന്നു, കുറെ സീൻസ് കട്ട് ചെയ്യുന്നു, അങ്ങനെ പല പല രീതികളിലോട്ട് പോയി. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിനിമ അത്യാവശ്യം നല്ല കോടികൾ തന്നെ കളക്ട് ചെയ്തു. അതിന്റെ എല്ലാ ബിസിനസ്സും കൂടി ചേർത്ത് ആ സിനിമ ലാഭം തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസർക്ക്. അവർക്ക് ഒരിക്കലും നഷ്ടമാണ് എന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല, ലാഭമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതിന്റെ എല്ലാ കണക്കുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അറിയുള്ളൂ. എങ്കിലും അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ തന്നെയാണ് ആ ഒരു സിനിമ കിടക്കുന്നത്. അതിന്റെ ഒരു ലിസ്റ്റിൽ ഉള്ളത് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് തുടരും ഇറങ്ങിയത്. അപ്പോൾ എമ്പുരാൻ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് മോഹൻലാൽ ആരാധകർക്ക് എമ്പുരാൻ നിരാശയായിരുന്നു സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ തുടരുമിന് വലിയൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആദ്യ ദിവസം തുടരുമിന് തിയേറ്ററുകൾ അത്ര ഫുൾ അല്ലായിരുന്നു. പക്ഷെ ആദ്യ ഷോ കഴിഞ്ഞു, 2ാമത്തെ ഷോ കഴിഞ്ഞ് പിന്നെ വളരെ ഒപ്പീനിയൻ വന്നു. പിന്നെ നമുക്കറിയാം തുടരും എന്ന് പറയുന്ന ഒരു സിനിമ എവിടെയോ കൊണ്ടെത്തിച്ചു. അതായത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന രീതി തന്നെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ 100 കോടിക്ക് മുകളിൽ, ഏകദേശം 110ഓളം കോടി രൂപ തന്നെ കളക്ട് ചെയ്ത സിനിമയായി തുടരും മാറി. അപ്പോൾ തുടരുമിനെ കുറിച്ച് തരുൺ മൂർത്തി ഈ അടുത്തും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ എം രഞ്ജിത്ത് പറഞ്ഞു, എനിക്ക് കോടികൾ കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര കോടി ക്ലബിൽ കയറണം, അതൊന്നുമല്ല എൻ്റെ ആഗ്രഹം, നല്ലൊരു സിനിമ ചെയ്യണം, നഷ്ടം വരരുത്, ഇത് തന്നെയായിരുന്നു. പക്ഷെ അപ്പൊ ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു. ഇവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള, നമ്മളിപ്പോ പറയും സോഷ്യൽ മീഡിയയിൽ തള്ളു എന്നൊക്കെ പറയും, അങ്ങനെയൊന്നും ഇവർ തള്ളിയില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു. ആ ഒരു സിനിമ വൻ വിജയമായി മാറി. അങ്ങനെ മോഹൻലാലിനത് വീണ്ടും എന്താ പറയുക, മോഹൻലാൽ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് മോഹൻലാൽ ഒന്ന് വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ ഒന്ന് ക്ഷീണിതനായി നിൽക്കുന്നു ബോക്സ് ഓഫീസ് തോന്നിയാൽ വീണ്ടും ഒരു ഹിറ്റായിട്ട് മോഹൻലാൽ തിരിച്ചു വരും. അത് മോഹൻലാലിന്റെ തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട്
ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഓണത്തിന്. അതൊരു സത്യൻ അന്തിക്കാട് സിനിമ തന്നെയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം, എന്നും എപ്പോഴും എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ അവരൊന്നിച്ചപ്പോൾ തന്നെ അവരെന്നും മാജിക്കൽ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പം പ്രേക്ഷകർക്ക് വീണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു 100 കോടിയൊന്നും കിടന്നില്ല, പക്ഷെ എങ്കിൽ പോലും സത്യൻ അന്തിക്കാട് എന്നും ലിമിറ്റഡ് ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, അത് ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ച് വരിക എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകാനും കുറച്ച് എന്താ പറയാ, സത്യൻ അന്തിക്കാട് നമ്മളെ രസിപ്പിക്കും, ചിരിപ്പിക്കും, കുറച്ച് കരയിപ്പിക്കും. അങ്ങനത്തെ ഒരു സിനിമ തന്നെയായിരുന്നു ഹൃദയപൂർവ്വം. അത് ഏകദേശം ഒരു 75 കോടി രൂപയുടെ അടുത്താണ് അതിന്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ. പിന്നെ അതിന്റെ മറ്റെല്ലാ ബിസിനസ്സും ചേർത്ത് ഏകദേശം ഒരു 100 കോടിയുടെ അടുത്ത് അതിന്റെ ഒരു എന്താ പറയുക മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഷെയർ അല്ല, പക്ഷെ എങ്കിൽ പോലും പ്രൊഡ്യൂസർ അതിന്റെ സേഫ് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് മോഹൻലാലിന്റെ സിനിമകൾ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഹിറ്റ് സ്റ്റാറ്റസ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അവസാനം മോഹൻലാലിന്റെ വന്നൊരു സിനിമ ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഈ പറഞ്ഞ പോലെ എമ്പുരാൻ ശരിക്കും നമുക്കറിയാം ഇത്തിരി പെട്ടുകിടന്ന സമയത്ത് ഗോപാലിനാണ് രക്ഷിച്ചത്. ആ സിനിമ ഏറ്റെടുത്ത് തിയേറ്ററിറക്കി. അപ്പൊ അതിന്റെ ഒരു നന്ദി എന്ന രീതിയിലാണ് മോഹൻലാൽ ഒരു സിനിമ ചെയ്ത്. ആ ഒരു ബബ്ബ സിനിമ കണ്ടവർക്കറിയാം, അതിൽ പറയുന്നുണ്ട് ഗോപാലൻ അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഒരു ആശാനായിട്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് രക്ഷകനായിട്ട് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഗോപാലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് മോഹൻലാൽ ആ സിനിമ ചെയ്തത്. ബബ്ബയും ഇപ്പൊ ഏകദേശം 50 കോടി ഒരു ക്ലബിലൊക്കെ കടന്നിരിക്കുന്നത്. അത് വെച്ചൊരു ദിലീപ് സിനിമയാണ്. എങ്കിൽ പോലും മോഹൻലാൽ ആ ഒരു ഈ സിനിമ ഇത്രയെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സിനിമയ്ക്ക് മിക്സഡ് ഒപ്പീനിയനാണ് വന്നത്, പക്ഷെ എങ്കിലും ഇത്രയെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന കാരണം മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ ആരാധകർക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിയോ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിന്റെ വളരെ എന്താ പറയുക ഒരു ആഘോഷ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാൻസിന് കുറച്ചെങ്കിലും തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു ബബ്ബ. അതുകൊണ്ട് ബബ്ബയിൽ നമുക്കൊരു മോഹൻലാലിന്റെ ഹിറ്റ് സിനിമകളുടെ ഒരു സ്റ്റാറ്റസിൽ പെടുത്താം. ആ ഒരു സിനിമയുടെ ഒഫീഷ്യലി അതിന്റെ എത്ര ബഡ്ജറ്റ് ആണെന്നോ അത് എത്രത്തോളം ലാഭം ഉണ്ടാക്കിയോ എന്നൊന്നും അറിയില്ല. കാരണം അതിന്റെ മറ്റ് OTT സാറ്റലൈറ്റ് ബിസിനസ് ഒക്കെ ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. എങ്കിൽ പോലും നമുക്കതൊരു ഹിറ്റ് ലിസ്റ്റിൽ പെടുത്താം. ഇതൊന്നും കൂടാതെ മോഹൻലാൽ ചെയ്ത വേറെ 2 സിനിമകൾ എന്ന് പറയുന്നത് വൃഷഭയും പിന്നെ ഒന്ന് കണ്ണപ്പ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വൃഷഭ എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മലയാളം ബൈലിംഗലായിരുന്നു. ആ സിനിമ ഒരു പരാജയം തന്നെയാണ്. ക്രിസ്മസിനെത്തി അതൊരു പരാജയ സിനിമയായി മാറി. അപ്പുറത്ത് കണ്ണപ്പ എന്ന് പറയുന്നത് ശരിക്കും വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന തെലുങ്കിലെ ഒരു യുവ നടനാണ്. മോഹൻ ബാബു എന്ന് പറയുന്ന നമ്മുടെ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വളരെ ഒരു ഗുരുസ്ഥാനിയൻ, അല്ലെങ്കിൽ വളരെ സുഹൃത്തിനെ പോലെ കാണുന്ന, ഏകദേശം 80s സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ മകനെ നായകനാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ പ്രഭാസും അക്ഷയ് കുമാറും മോഹൻലാലും എല്ലാവരും ആ സിനിമയിൽ അതിഥി താരമായി അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന മോഹൻ ബാബുവിനോടും വിഷ്ണു മഞ്ജുവിനോടുള്ള ബന്ധത്തിന്റെ പുറത്താണ്. പക്ഷെ ആ ഒരു സിനിമയും പരാജയമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ണപ്പയും വൃഷഭയും മോഹൻലാൽ ചിലപ്പോൾ പല ബന്ധങ്ങളുടെ പുറത്ത് ചെയ്തതായിരിക്കാം, പക്ഷെ അതൊന്നും മോഹൻലാലിന് വലിയ ഗുണം ചെയ്തിട്ടില്ല. എങ്കിലും മലയാളത്തിൽ മോഹൻലാൽ ചെയ്ത സിനിമകളെല്ലാം മോഹൻലാലിന് ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന തുടരും തന്നെയാണ് ഇന്നും മുന്നിൽ നിൽക്കുന്നത്. ഈ വർഷം മോഹൻലാലിൻ്റെതായ സിനിമകൾ തുടരും തന്നെയാണ്. ഹൃദയപൂർവ്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2025 എന്ന് പറയുന്ന ഒരു വർഷം ബോക്സ് ഓഫീസിൽ മറ്റ് താരങ്ങളുടെ ഒപ്പം തന്നെ മോഹൻലാലും മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി 2026 എന്ന് പറയുന്ന ഒരു വർഷം മോഹൻലാൽ നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു സിനിമ ദൃശ്യം 3 തന്നെയാണ്. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം പ്രേക്ഷകർ സ്വീകരിച്ചതാണ്. ഇപ്പോൾ ദൃശ്യം 3 എന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അത് എന്റെ ഒഫീഷ്യലി എന്നായിരിക്കും റിലീസ് ആവുക എന്നൊന്നും വന്നിട്ടില്ല. എങ്കിലും അത് വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. റിലീസിന് മുമ്പ് തന്നെ എത്രയോ കോടികൾ, ആദ്യം 350 കോടി എന്ന് കേട്ടു, പക്ഷെ പിന്നീട് 160 കോടി രൂപയ്ക്കാണ് അതിന്റെ എല്ലാ റൈറ്റ്സും വിറ്റുപോയിരിക്കുന്നതൊക്കെ. എങ്കിലും ആ ഒരു സിനിമയും എന്തായാലും അത് നല്ലതായാലും ചീത്തയായാലും സിനിമ ഹിറ്റാവുന്നുള്ള ഉറപ്പാണ്. അത് ദൃശ്യം 1ന്റെയും 2വിന്റെയും അത്ര എത്തുമോ, പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് പാട്രിയോട്ട് എന്നുള്ള സിനിമ. അത് കുറെ നാളുകളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബൻ നയൻതാരൊക്കെ അഭിനയിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. അപ്പൊ അത് ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇടക്കാലത്ത് മമ്മൂട്ടിക്ക് ചില അസുഖവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി മാറിയപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മോഹൻലാലിന് കുറച്ച് സീൻസ് ഉള്ള രീതിയിൽ മാറ്റി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ആ സിനിമ റിലീസ് ആകുമ്പോൾ നമുക്ക് നോക്കാം. അതും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇതുകൂടാതെ പിന്നീട് തുടരും ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് തുടരുമിന്റെ സക്സസ് മീറ്റിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ എം രഞ്ജിത്തും തരുൺ മൂർത്തിയും ഈ പറഞ്ഞ മോഹൻലാലും ഒക്കെ ഒന്നിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മറ്റു കാര്യങ്ങൾ അറിയില്ല. എങ്കിലും അതിന് മുമ്പായിട്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നിരുന്ന
മറ്റൊരു സംവിധായകൻ ചെയ്യാവുന്ന സിനിമ അവസാന നിമിഷം തരുൺ മൂർത്തിയിലേക്ക് എത്തി. അത് രതീഷ് രവി എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് മോഹൻലാൽ നായകനാക്കുന്ന സിനിമ തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിനിമയും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇതുകൂടാതെ പ്രിയദർശൻ ഇപ്പോൾ ഒപ്പം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹിന്ദി റീമേക്ക് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ആ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാനുമാണ് അഭിനയിക്കുന്നത്. അതിൽ മോഹൻലാൽ ഒരു താരമായി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം പ്രിയദർശന്റെ ഒരു ഹിന്ദി സിനിമയുടെ ഭാഗമാവുകയാണ്. ഇത് കഴിഞ്ഞാൽ പ്രിയദർശൻ തന്നെ ഒരു മലയാള സിനിമയും മോഹൻലാൽ വെച്ച് പ്രിയദർശൻ ചെയ്യാണ്. ഏകദേശം അതോടുകൂടിയൊക്കെ പ്രിയദർശൻ സിനിമ ജീവിതം അവസാനിപ്പിക്കുകയാണ്, വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണെന്നൊക്കെ കേൾക്കുന്നു. എങ്കിലും 26 എന്ന് പറയുന്ന ഒരു വർഷം ഇത്രയും സിനിമകൾ ഇറങ്ങാൻ പോവുകയാണ് മോഹൻലാലിന്റെ. അതുകൊണ്ട് തന്നെ 26 മോഹൻലാൽ ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ മമ്മൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ആദ്യം രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായപ്പോൾ അതിൽ നമ്മൾ മമ്മൂട്ടി കണ്ടു. എയിലാണെങ്കിൽ കൂടിയും അവസാനം അതിൽ മമ്മൂട്ടി ഒരു വോയിസ് നമുക്കറിയാം. അതില് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന മമ്മൂട്ടി ആ ഒരു സിനിമയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. ആ ഒരു സിനിമ വിജയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ, അത് കലു ഡെന്നിസ് എന്ന് പറയുന്ന വളരെ ഹിറ്റ് മേക്കറായ, ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച, ഏകദേശം മമ്മൂട്ടിക്കൊക്കെ ഒരു ഗുരുസ്ഥാനി എന്നൊക്കെ പറയാം, കലു ഡെന്നിസിന്റെ മകനാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അത് വളരെ പ്രതീക്ഷയിലൂടെ വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഒരു പരാജയം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായിട്ട് മമ്മൂട്ടിയെ വെച്ച് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുന്നു. അതും വളരെ പ്രതീക്ഷയിൽ വന്നു. ആ സിനിമയും പക്ഷെ തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ല. ഈ പറയുന്ന ബസൂക്കയായാലും ഡൊമിനിക് രണ്ടും ക്വാളിറ്റി സിനിമകളായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ. പക്ഷെ ബോക്സ് ഓഫീസിൽ ഈ രണ്ട് സിനിമകൾക്ക് അത്ര ഗുണം ചെയ്തില്ല. ഇതിൽ ഡൊമിനിക് അത്ര വലിയൊരു ബഡ്ജറ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട്, പിന്നീട് അത് OTT-യിലൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് വന്നതുകൊണ്ടും അത് അത്ര വലിയൊരു നഷ്ടം അതിന്റെ നിർമ്മാതാക്കൾക്ക്, മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചെയ്തത്, അതുകൊണ്ട് അവർക്ക് അത്ര വലിയൊരു നഷ്ടം വരാൻ സാധ്യതയില്ല. പക്ഷെ ബസൂക്ക അത്യാവശ്യം നഷ്ടമായിരുന്നു എന്ന് തന്നെയാണ് അറിഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മമ്മൂട്ടി തിരിച്ചു വന്നു. നമുക്കറിയാം ഈ ഒരു വർഷം മമ്മൂട്ടിക്ക് ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി കുറെ നാളുകൾ മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ കുറെ നാളുകൾ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ട്. കളങ്കാവൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കുറെ നാളുകൾ കഴിഞ്ഞു. കളങ്കാവൽ ഇപ്പൊ ഈ ഒരു നവംബറിലാണ് റിലീസായത്. കളങ്കാവൽ ഇതുവരെ മമ്മൂട്ടി ചെയ്യാത്ത തരത്തിലുള്ള ഒരു വേഷം തന്നെയായിരുന്നു. മമ്മൂട്ടി ഒരിക്കലും പണ്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. അതൊരു വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം. സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജീവിതവുമായി ബേസ് ചെയ്തിട്ടുള്ളൊക്കെയാണ് ഒരു ക്രിമിനലാണ്, സൈക്കോ കില്ലറിന്റെ ഒരു റോളാണ്. അതിൽ വിനായകനാണ് ശരിക്കും നായകൻ. വിനായകനാണ് പോലീസുകാരനായിട്ട് വരുന്നത്. മമ്മൂട്ടി അതിലൊരു വില്ലനാണ്. പക്ഷെ എങ്കിൽ പോലും മമ്മൂട്ടി ആരാധകർക്ക് അതിൽ എന്താ പറയുക, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ് മമ്മൂട്ടി. എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ വർഷവും ഓരോ സിനിമയിലൂടെ നമ്മൾ ഞെട്ടിക്കുന്ന മമ്മൂട്ടി ഈ വർഷം കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ 2025 ഞെട്ടിച്ചു. ആ സിനിമ ഇപ്പൊ ബോക്സ് ഓഫീസ് ആഗോള കളക്ഷനിൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷനായി മാറുകയാണ്. 88-90 കോടിയൊക്കെ കടന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും കണ്ണൂർ സ്കോഡിന്, ഭീഷ്മപർവ്വം കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മമ്മൂട്ടിയുടേതായ ഏറ്റവും വലിയ കളക്ട് ചെയ്ത വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമകൾ. അതിനെയൊക്കെ കടത്തി വെട്ടി കളങ്കാവൽ മുന്നേറി. അപ്പോൾ മമ്മൂട്ടി എന്തായാലും ഈ പറഞ്ഞ പോലെ മോഹൻലാൽ അപ്പുറത്ത് തുടരും, എമ്പുരാനും ഒക്കെ ഉള്ള പോലെ തന്നെ മമ്മൂട്ടിയും ഈ പറഞ്ഞ 100 കോടിയൊന്നും കടന്നില്ലെങ്കിൽ പോലും മമ്മൂട്ടിയും ബോക്സ് ഓഫീസിൽ തന്നെ ഒരു ഹിറ്റായിട്ട് ഉണ്ട്. ഇതുകൂടാതെ ലോക എന്ന സിനിമ കണ്ടപ്പോൾ നമുക്കറിയാം അതിലും ചെറിയൊരു ഭാഗമാണ് മമ്മൂട്ടി. ഇനിയിപ്പോ ലോകയുടെ അടുത്ത പാർട്ടിൽ മമ്മൂട്ടി ത്രൂ ഔട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതുകൂടാതെ ആരോ എന്ന് പറയുന്ന യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം, സംവിധായകൻ രഞ്ജിത്ത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമ, അതിൽ മഞ്ജു വാര്യരും ശ്യാം പ്രസാദുമാണ് അഭിനയിച്ച, അതിന്റെ നിർമ്മാതാവ് മമ്മൂട്ടിയാണ്. അപ്പൊ അങ്ങനെ ചെറിയൊരു കൊച്ചു സിനിമയുടെ ഭാഗം കൂടി ആയിട്ടാണ് മമ്മൂട്ടി നമ്മുടെ മുന്നിൽ എത്തിയത്. അപ്പൊ എന്തായാലും 2026 എന്ന് പറയുന്ന ഒരു വർഷം പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ, നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലും കൂടി ഭാഗമായ ഒരു മൾട്ടി സ്റ്റാർ സിനിമ, കുഞ്ചാക്കോ ബോബൻ ഫഹദൊക്കെ അഭിനയിക്കുന്ന സിനിമ, അതിലും മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. അതൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ്. അപ്പോൾ അതിൽ എത്ര മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ ഈ അടുത്തൊരു അനൗൺസ്മെന്റ് വന്നത് ഖാലിദ് റഹ്മാൻ, ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം ചെയ്യുന്ന ഖാലിദ് റഹ്മാന്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു എന്നുള്ളത്. അതായത് മമ്മൂട്ടി ഒരു ഗാങ്സ്റ്റർ ആയിട്ടാണ് വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ ആസിഫ് അലിയും അതുപോലെ തന്നെ നസ്ലിനും അഭിനയിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതിന്റെ മറ്റു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാസ്റ്റിന്റെ ക്രൂവിനെ കുറിച്ച് വന്നിട്ടില്ല. എങ്കിലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ ഈ 2 സിനിമകളാണുള്ളത്. ഇതുകൂടാതെ അമൽ നീരദിന്റെ സിനിമയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മറ്റു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും 40 വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്നവർ 2025-ലും മമ്മൂട്ടി മോഹൻലാലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. 26-ലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവർ സൃഷ്ടിക്കാൻ പോവാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.